ഒരുപാട് ദിവസമായല്ലോ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് അന്നേരം ഞാൻ വിചാരിച്ചു ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഇട്ടാക്കാമെന്ന്. ഇന്ന് ഞാൻ 5 സബ്ജികൾ ഒരുമിച്ച് ഒരു സബ്ജിയാക്കി നമ്മുടെ അവിയലൊക്കെ അവിയലിൻ്റെ കൂട്ടല്ല കേട്ടോ, അല്ലാതെ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പം ഇവിടുത്തുകാരുണ്ടല്ലോ ഇങ്ങനെ സബ്ജികളൊക്കെ ഉണ്ടാക്കി ഒരു സബ്ജിയും ചപ്പാത്തിയും അങ്ങനെയൊക്കെ കഴിച്ചോളും. നമ്മുടെ നാട്ടിലാണ് 3ഉം 4ഉം കറികളും നോൺ വെജും ഒക്കെ വേണ്ടത്. ഇവിടുത്തുകാരുടെ ആഹാരം ഉണ്ടാക്കലുണ്ടല്ലോ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് തീരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് ഈ സബ്ജിയും ബാജ്ര റൊട്ടിയുമാണ്. ബാജ്ര റൊട്ടി ഉണ്ടാക്കാനും ഞാൻ പഠിച്ചു കേട്ടോ. എനിക്ക് ബാജ്ര റൊട്ടി ഇപ്പോൾ ഉണ്ടാക്കാൻ അറിയാം. ഇത് പരത്തത്തില്ല, കൈകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ഇത് പറഞ്ഞതുമായിരുന്നു. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്ത് ഇതിനകത്ത് സബ്ജി ഇട്ടു, ഒരു ബാജ്ര റൊട്ടിയും അതിൻ്റെ മുകളിൽ നെയ്യും കൂടെ ആഡ് ചെയ്തു. ഇവിടുത്തുകാരെന്ന് പറഞ്ഞാൽ ഈ നെയ്യൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാനാണ് അല്പം നെയ്യ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇതെനിക്ക് കഴിക്കാനുള്ളതല്ല, അതുകൊണ്ട് ഞാനിത് കുഴച്ചിട്ടുമില്ല. അല്ലെങ്കിൽ ഇവർ ഈ റൊട്ടിയുടെ മണ്ടയ്ക്ക് ഇഷ്ടം പോലെ സബ്ജി വിട്ടും ഒരുപാട് നെയ്യ് ഒഴിച്ച് കുഴച്ച് പിന്നെ ഒരു ഗ്ലാസ് മോര്, ഇവിടെ എല്ലാവർക്കും നിർബന്ധമാണ് ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് മോര് കുടിക്കുക എന്നുള്ളത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവിടുത്തുകാർ നല്ല ഫിറ്റാണ്. നല്ല നോൺ വെജ് ഒന്നും അധികം കഴിക്കത്തില്ല, എന്നാലും വെജിറ്റേറിയൻ മാത്രമാണ് കഴിക്കുന്നത്. എന്നാലും അവരുടെ ആരോഗ്യത്തിനൊന്നും അധികം പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ തോന്നാറുണ്ട്. പക്ഷേ നമുക്കിതധികം ഡൈജസ്റ്റ് ആയില്ല. കാരണം ബാജ്ര റൊട്ടി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹെവിയാണ്. ഇത് നമുക്ക് 1-2 കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടുത്തുകാർ 4ഉം 5ഉം ഒക്കെ ഇരുന്ന് കഴിക്കുന്നത് കാണാം. അതിൻ്റെ കൂട്ടത്തിൽ അവർ ഒരു ഗ്ലാസ് മോരും കൂടെ എടുക്കും. മോരല്ലെങ്കിൽ തണുപ്പാകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് എടുക്കും, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നെയ്യാണ് ഇവർ ഒരുപാട് ഉപയോഗിക്കും. നമുക്കാണെങ്കിൽ നോൺ വെജും അതും ഇതും ഒക്കെ ഉണ്ടാക്കണമല്ലോ. പക്ഷേ ഈ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ പറയും ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടിയോ എന്ന്.